എന്തുകൊണ്ടാണ് ദീനുൽ ഇസ്ലാമിൽ ഇത്രയധികം കക്ഷികൾ, ഗ്രൂപ്പുകൾ, സംഘങ്ങൾ, വിഭാഗങ്ങൾ? എന്തുകൊണ്ടാണ്? നമ്മൾ ചിന്തിച്ചു നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു കുറേ ദീനും കൊണ്ട് അയച്ചിട്ടുണ്ടായിരുന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറേ ആദർശവും കൊണ്ട് അയച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചത് ഒരേ ഒരു ദീനുമായിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടു പോകുന്ന സമയത്ത് സ്വഹാബത്ത് ഒരൊറ്റ വിഭാഗമാണ്. സ്വഹാബത്തിന്റെ എല്ലാവരുടെയും ആദർശം ഒരേ ആദർശമാണ്. എല്ലാവരുടെയും നിലപാടുകളും വിശ്വാസമൊക്കെ ഒന്ന് തന്നെയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ആദർശം നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളത് നമ്മുടെ മേൽ നിർബന്ധമാണ്. അത് ഓരോ മുസ്ലിമിന്റെ മേലും നിർബന്ധമാണ്. അതെന്താണ് കാരണം? ചുരുക്കി പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമ്മൾ മുസ്ലിം ആയത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കുക. ഞാൻ എന്തിനാണ് മുസ്ലിം ആയത്? എൻ്റെ ചുറ്റും മുസ്ലിം അല്ലാത്ത ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട്. അവർക്ക് ഹറാമുകളില്ല, ഹലാലുകളില്ല, വാജിബുകളില്ല, ഒന്നുമില്ല. എന്താണോ തോന്നുന്നത് അതുപോലെ ജീവിക്കുക. പൈസ കിട്ടിയാൽ ആ പൈസ കൊണ്ട് എന്തൊക്കെ അവനെ വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടോ, ചെയ്യാൻ സാധിക്കുമോ, അതെല്ലാം ചെയ്യുക. തൻ്റെ സൗകര്യത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് തൻ്റെ ആഗ്രഹങ്ങൾ, ഉദ്ദേശിക്കുന്നതൊക്കെ പറ്റുന്നത് പോലെ ചെയ്ത് അങ്ങനെ തോന്നിയതുപോലെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരെ പോലെയൊന്നും നമുക്ക് പറ്റാനിട്ടല്ല, നമുക്ക് സാധിക്കുമോ അങ്ങനെ? നമ്മുടെ കയ്യിൽ അതിനുള്ള പൈസ, സാമ്പത്തികമായിട്ടുള്ള കഴിവുണ്ട്, അതിനുള്ള സാഹചര്യങ്ങൾ, സൗകര്യങ്ങളൊക്കെ നമുക്കുണ്ട്. പക്ഷെ നമ്മൾ എന്നിട്ടും അതിലേക്കൊന്നും പോകാതിരിക്കുന്നത് നമ്മൾക്ക് കൃത്യമായ ലക്ഷ്യബോധമുണ്ട്. ഞാൻ ഈ ദുനിയാവിന്റെ പുറകിൽ പോകേണ്ടവനല്ല. എനിക്ക് ഈ ദുനിയാവിന് ശേഷം യഥാർത്ഥ ജീവിതത്തിലേക്ക് വേണ്ട പ്രവർത്തനങ്ങൾ സ്വരുക്കൂട്ടാനുള്ളൊരിടം മാത്രമാണ് ഈ ദുനിയാവ്. ആ സ്ഥലത്ത് എനിക്ക് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കണം. അവനെ കണ്ടുമുട്ടുന്ന നാളിൽ അവൻ എന്നെ തൃപ്തിപ്പെടണം. അവന്റെ സ്വർഗത്തിലേക്ക് എനിക്ക് യാതൊരു പ്രയാസവുമില്ലാതെ പ്രവേശിക്കാൻ സാധിക്കണം. ഈ ഒരു ലക്ഷ്യം നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ മുസ്ലിമായി ജീവിക്കുന്നത്. ഇത് നമ്മളെല്ലാവർക്കും, നമ്മൾ ആരും അംഗീകരിക്കാത്ത കാര്യമില്ല. എല്ലാവരും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അള്ളാഹുവിന് തൃപ്തി കരസ്ഥമാക്കണമെന്നും നരകത്തിന് രക്ഷപ്പെടണമെന്നും സ്വർഗത്തിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അത് പൂർത്തീകരിക്കാൻ സഹായിക്കട്ടെ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമ്മൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള ഏത് ഇസ്ലാം അനുസരിച്ച് ജീവിച്ചാലാണ് നമുക്ക് സാധിക്കുക? നേരത്തെ പറഞ്ഞു, ഒരുപാട് വിഭാഗങ്ങളുണ്ട്, ഒരുപാട് ആദർശങ്ങളുണ്ട്, ഒന്നൊന്നിനോട് വളരെയധികം വ്യത്യാസപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ആരെ പിൻപറ്റിയാലാണ് നമ്മൾക്ക് നരകത്തിൽ പ്രവേശിക്കാതെ സാധിക്കുക? പരലോകത്ത് സ്വർഗത്തിൽ പ്രവേശിക്കാനും അള്ളാഹുവിന് തൃപ്തി കരസ്ഥമാക്കാനും നമുക്ക് ഇതിൽ ഏത് ഇസ്ലാമിലൂടെയാണ് സഞ്ചരിക്കേണ്ടത്? ആരെയാണ് ഫോളോ ആക്കേണ്ടത്? ഏത് വിഭാഗത്തിലാണ് നമ്മൾ ചേരേണ്ടത്? ഇത് വളരെ വലിയൊരു വിഷയമാണ്. എത്രയോ ആളുകൾക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാ, റബ്ബ് അവന്റെ ദീൻ വളരെ എളുപ്പമുള്ളതാക്കിയിട്ടുണ്ട്. ഒരിക്കലും കൺഫ്യൂഷൻ ഉള്ളതോ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പ്രയാസമുള്ളതോ ആയി റബ്ബ് അവന്റെ ദീനെ നിശ്ചയിച്ചിട്ടില്ല. ഈ ദീൻ വളരെ എളുപ്പമുള്ളതാണ്. അപ്പൊ നമ്മൾക്ക് ഇതിന് നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ള ലക്ഷ്യം, സ്വർഗത്തിൽ എത്തിപ്പെടുക എന്നുള്ള ലക്ഷ്യം, ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് അത് ഞാനല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണ്. അദ്ദേഹം പറയാണ്, സ്വഹാബത്തിനോട് പറയാണ്, ഇഫ്തറഖത്തിൽ യഹൂദു അലാ 71 ഫിർഖ. ജൂതന്മാർ 71 വിഭാഗങ്ങളായി പിരിഞ്ഞിട്ടുണ്ട്. വഫ്തറഖത്തിൻ നസാറ അലാ 72 ഫിർഖ. നസാറാക്കൾ 72 വിഭാഗങ്ങളായി പിരിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയുന്നത് ശ്രദ്ധിക്കണം, വസതഫ്തരിഖു ഹാദിഹിൽ ഉമ്മത്തു അലാ 73 ഫിർഖ. എന്റെ ഉമ്മത്ത്, മുസ്ലിം സമൂഹം, സമുദായം, അവർ 73 വിഭാഗങ്ങളായി പിരിയും. എന്നിട്ട് എന്താ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മുസ്ലിമാണല്ലോ, എല്ലാവരും സ്വർഗത്തിലാണ്,
എന്നാണോ പറഞ്ഞത്? അല്ലെ, നമ്മൾ പല ആളുകളും വിചാരിക്കാറ് അങ്ങനെ, മുസ്ലിം ആയാൽ മതി, എങ്ങനെയാണെങ്കിലും ഏത് വിഭാഗമാണെന്ന് പ്രശ്നമല്ല, അവൻ മുസ്ലിം അല്ല അത്ര മതി എന്ന് വിചാരിക്കുന്നവർ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്, കുല്ലുഹാ ഫിന്നാർ, അവരെല്ലാവരും ഈ 73 നരകത്തിലാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്റെ വാക്കല്ല, ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ വാക്കല്ല, ഏതെങ്കിലും ഒരു എന്താ പറയാ സംഘടനയുടെയോ സംഘത്തിന്റെ നേതാവിന്റെ വാക്കല്ല, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. അപ്പൊ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അവരെല്ലാവരും നരകത്തിലാണ്, അവരെല്ലാവരും നരകത്തിലാണ്, ഇല്ലാ വാഹിദ, ഒരു വിഭാഗം ഒഴികെ. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് എന്താ? മുസ്ലിം ആയതിന്റെ പിന്നിൽ നരകത്തെ രക്ഷപ്പെടുക എന്നുള്ളതാണ്. ഈ ലക്ഷ്യം നമുക്ക് പൂർത്തീകരിക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ എന്ന് പഠിപ്പിച്ചു തരുന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്താണ് ആ മാർഗം? ഇല്ല വാഹിദ, ഒരൊറ്റൊരു വിഭാഗം മാത്രമേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവരാവുകയുള്ളൂ. അപ്പൊ സഹാബത്ത് ചോദിക്കണം, മൻഹും യാ റസൂൽ അല്ലാഹ്, ആ ഒരു വിഭാഗം ആരാണ് റസൂലെ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്ന മറുപടി, നമ്മൾക്ക് നരകത്തിന് രക്ഷപ്പെടാൻ ആഗ്രഹമുള്ള ഓരോരുത്തരും മനസ്സിൽ പതിപ്പിച്ചു വെക്കേണ്ട, കല്ലിൽ കൊത്തിവെക്കുന്നത് പോലെ ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്ത മറുപടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത്. എന്താണത്? മാ അന അലൈഹി യൗമ വഅസ്ഹാബി, ഇന്നേ ദിവസം എന്ന് വെച്ചാൽ ആ പറയുന്ന ആ സന്ദർഭത്തിൽ ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരു മാർഗത്തിലാണോ, ഏതൊരു വിശ്വാസത്തിലാണോ, ഏതൊരു ആദർശത്തിലാണോ, ഏതൊരു നിലപാടുകളിലാണോ, അതേ രൂപത്തിൽ നിലനിൽക്കുന്ന ആളുകൾ, അവരെ നരകത്തിൽ പോകാതെ രക്ഷപ്പെടുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. അപ്പൊ നമ്മൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, നമ്മൾ മുസ്ലിം ആയതിന്റെ പിന്നിലുള്ള ലക്ഷ്യം പൂർത്തീകരിക്കണമെങ്കിൽ നമ്മൾക്ക് സ്വഹാബത്തിന്റെ ആദർശം എന്താണ്, അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ചു പോയ നിലപാടുകൾ എന്തൊക്കെയാണ്, ഇത് പഠിക്കാതെ നമുക്ക് കഴിയൂല, നമുക്ക് പറ്റൂല. നമുക്ക് ചുറ്റുമുള്ള ഇസ്ലാം എന്ന് ആളുകൾ വിശ്വസിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന വിഷയങ്ങളിൽ സ്വഹാബത്തിന്റെ ആദർശങ്ങളോട് യോജിക്കുന്നതും അല്ലാത്തതും ഉണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഇപ്പൊ നിലവിലുള്ള വിശ്വാസം എന്താ? നമ്മുടെ വാപ്പയും ഉമ്മയും നമുക്ക് പഠിപ്പിച്ചെന്ന വിശ്വാസം, വല്ലുപ്പയും വല്ലുമ്മയും നമുക്ക് ചെറുപ്പത്തിൽ പറഞ്ഞെന്ന വിശ്വാസം, തൊട്ടടുത്ത പള്ളികളിലും മദ്രസകളിലും നമ്മൾ കേട്ടുപിടിച്ച വിശ്വാസം, കൂട്ടുകാരിൽ നിന്നോ നാട്ടുകാരിൽ നിന്നോ കുടുംബക്കാരിൽ നിന്നോ പലപ്പോഴായി നമ്മുടെ ചെവികളിലേക്കും എത്തിയിട്ടുള്ള വിശ്വാസം, ഇതാണ് നമ്മളുടെ ഇപ്പം നിലവിലുള്ള നമ്മുടെ വിശ്വാസം. അതാണ് നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൽ സ്വഹാബത്തിന്റെ വിശ്വാസമായി എത്ര കാര്യങ്ങൾ ഉണ്ട്, സ്വഹാബത്ത് വിശ്വസിച്ച വിശ്വാസങ്ങളിൽ എൻ്റെ ഇപ്പൊ നിലവിലുള്ള വിശ്വാസമായി എത്രത്തോളം യോജിപ്പുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കൽ നമ്മുടെ മേൽ നിർബന്ധ ബാധ്യതയാണ്. ഈ ഒരു ആദർശത്തിലേക്ക്, നിലപാടിലേക്ക് നമ്മൾ എന്നെത്തുന്നുവോ അന്നേ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, നമ്മുടെ സ്വന്തം തടിയെ നരകത്തിന് സലാമത്താക്കിയിട്ടുള്ളൂ, രക്ഷപ്പെടുത്തിയിട്ടുള്ളൂ. അതുവരെയും നമ്മൾ നരകത്തിൽ പ്രവേശിക്കാൻ അർഹരാണ്. അതൊക്കെ റബ്ബിന്റെ തീരുമാനമാണ്. പക്ഷെ നമ്മൾ നരകത്തിൽ പ്രവേശിക്കാൻ അർഹരായിട്ടായിരിക്കും നമ്മൾ റബ്ബിനെ കണ്ടുമുട്ടുക. അത് വലിയ അപകടം പിടിച്ച അവസ്ഥയാണ്. ഇപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഓരോരുത്തരും, മറ്റൊന്നും നിങ്ങൾക്ക് ലക്ഷ്യമില്ല, ദുനിയാവിന്റെ ഒരു ആഗ്രഹവും ഇല്ല, സ്ഥാനമാനങ്ങളോ മറ്റു സൗകര്യങ്ങളോ ആർഭാടങ്ങളോ മറ്റൊരു കാര്യവും നിങ്ങൾക്ക് ലക്ഷ്യമാക്കിയിട്ടില്ല. നിങ്ങളുടെ ഇസ്ലാം സ്വീകരണത്തിൽ, മുസ്ലിമായി ജീവിക്കുന്നതിൽ മറ്റൊന്നും നിങ്ങൾക്ക് ലക്ഷ്യമില്ല, നരകത്തിന് രക്ഷപ്പെടണം എന്നുള്ള ലക്ഷ്യം മാത്രമേ നിങ്ങൾക്കുള്ളൂ എങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വഹാബത്ത് ഏത് ആദർശത്തിലായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ വിട്ടേച്ചു പോയത്, അതേ ആദർശത്തിലാവുക എന്നുള്ളത് നിർബന്ധം. അത് നാട്ടുകാരും ആ വിശ്വാസത്തിലല്ലെങ്കിലും, അല്ലെങ്കിൽ പണ്ഡിത വേഷധാരികൾ പഠിപ്പിച്ചു തരുന്ന വിശ്വാസങ്ങൾ അതിനോട് യോജിക്കുന്നില്ലെങ്കിലും, എങ്ങനെയാണെങ്കിലും നമുക്ക് അതൊരു വിഷയമാകാനേ പാടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക്
പരലോകത്ത് ആരും രക്ഷയ്ക്ക് വരൂല. നാട്ടുകാർ വരൂല, കുടുംബക്കാർ വരൂല, പണ്ഡിത വേഷധാരികളോ ആരും, ഒരാളും നേതാക്കന്മാരോ ആരും നമ്മുടെ കൂടെ ഖബറിലോ പരലോകത്തോ ഒന്നും വരികയില്ല. എന്ന് മാത്രല്ല, പിൻപറ്റപ്പെട്ട ആളുകൾ പിൻപറ്റിയവരെ തള്ളിപ്പറയുന്ന ദിവസമാണ് എന്ത്? ഖിയാമത്ത് നാളെന്നുള്ളത്. അപ്പൊ ഈ സന്ദർഭത്തിൽ നമുക്ക് നമ്മുടെ വിശ്വാസമല്ലാതെ ഒന്നും ഉപകരിക്കുകയില്ല, നമ്മുടെ ആദർശമല്ലാതെ ഒന്നും ഉപകരിക്കുകയില്ല. അങ്ങനെ ഒരു ദിവസത്തിൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരോട് മാത്രമാണ് ഈ ഒരു നസീഹത്ത്. ബാക്കിയുള്ള ലക്ഷ്യങ്ങളോ ആഗ്രഹങ്ങളോ ഉദ്ദേശങ്ങളോ ഉള്ളവർക്ക് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവരുമായി, അവരുടെ റബ്ബുമായി നമുക്ക് അവരോട് പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞു കൊടുക്കാനില്ല, പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. ഇത്തരം ഈ ഒരു ലക്ഷ്യം മാത്രം മുന്നിൽ വെച്ചിട്ടുള്ള, റബ്ബിന്റെ തൃപ്തി മാത്രം ആഗ്രഹിക്കുന്ന, പരലോകത്ത് റബ്ബിനെ കണ്ടുമുട്ടുന്ന നാളിൽ നരകത്തിന് രക്ഷപ്പെടണമെന്നും സ്വർഗത്തിൽ പ്രവേശിക്കണമെന്നും ഉദ്ദേശിക്കുന്ന ആ ലക്ഷ്യം മാത്രമുള്ള ആളുകളോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഇപ്പോ നിങ്ങളുടെ ഹൃദയങ്ങൾക്കുള്ളിൽ, നെഞ്ചകങ്ങൾക്കുള്ളിലുള്ള വിശ്വാസം, ആദർശം, നിലപാടുകൾ, ഇത് നിങ്ങൾ പരിശോധിച്ച് അതിലെ നെല്ലും പതിരും വേർതിരിച്ച് നിങ്ങളുടെ വിശ്വാസം സ്വഹാബത്തിന്റെ വിശ്വാസം പോലെ ആക്കുന്നത് വരേക്കും നിങ്ങൾ നരകത്തിന് രക്ഷപ്പെട്ടവരാകുന്നില്ല. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ മേലും, മുസ്ലിമായ പ്രായപൂർത്തിയെത്തിയ ഓരോ ആണിന്റെയും പെണ്ണിന്റെയും മേൽ ഈ ഒരു അവസ്ഥയിലേക്ക് അവന്റെ വിശ്വാസം ആക്കി മാറ്റുക എന്നുള്ളത് നിർബന്ധമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ. അറിവന്വേഷിക്കുക, ദീനിന്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെ മേലും നിർബന്ധമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈ ഒരു കാരണം കൊണ്ടാണ്. നമുക്ക് പഠിക്കാതെ സ്വർഗത്ത് പോകാൻ കഴിയില്ല, ഇൽമില്ലാതെ സ്വർഗത്ത് പോകാൻ പറ്റൂല. നമ്മൾ പഠിച്ച് എന്റെ വിശ്വാസം സ്വഹാബത്തിന്റെ വിശ്വാസം തന്നെയാണെന്ന് ഉറപ്പുവരുത്തി അതിനുശേഷം എന്റെ ജീവിതത്തിൽ എന്തൊക്കെ ഹറാമുകൾ കടന്നു വരുന്നുണ്ടെന്ന് പരിശോധിച്ച് അതൊക്കെ ഒഴിവാക്കി ഞാനിനി എന്തൊക്കെ വാജിബുകൾ പാലിക്കാനുണ്ട് എന്ന് പഠിച്ച് അതൊക്കെ പാലിക്കാൻ ശ്രമിച്ച് അങ്ങനെയാണ് നമ്മൾ സ്വർഗാവകാശിയാവുക. പഠിച്ച് മാറ്റങ്ങൾ വരുത്താതെ നമുക്ക് സ്വർഗത്ത് പോകാൻ കഴിയില്ല. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യം ഈ വിഷയം എന്താണ്, അതിന്റെ ഗൗരവം എന്താണ് തിരിച്ചറിയുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നമ്മളിങ്ങനെ ഒരു ടൈറ്റിൽ, ഈ ഒരു പേര് വെച്ച് വിഷയം കൊടുക്കാനുള്ള കാരണം അതാണ്. സ്വഹാബത്ത് മനസ്സിലാക്കിയ ഇസ്ലാം, അതാണ് ഇസ്ലാം. അതല്ലാത്ത ബാക്കി എന്തൊരു കാര്യം, അത് എത്ര കോടിക്കണക്കിന് ആളുകൾ ഇന്നത്തെ വർത്തമാന കാലത്ത് അത് പിൻപറ്റുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് ദീനല്ല, ദീനായി റബ്ബ് സ്വീകരിക്കൂല. നമുക്ക് ഒരിക്കലും ആളുകൾ തൃപ്തിപ്പെടുത്താൻ വളരെ എളുപ്പമാണ്. ഇത് ദീനാണെന്ന് ആളുകളെ തോന്നിപ്പിക്കാനും അവരെ നമുക്ക് എന്ത് ചെയ്യാൻ, പറഞ്ഞ് കൺവിൻസ് ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമാണ്. നമുക്ക് എണ്ണം കാണിച്ചു കൊടുത്താൽ അതാ ലോകത്ത് ഇത്രയും ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, ഇത്തിരി ആഫ്രിക്കയിലുണ്ട്, യൂറോപ്പിലുണ്ട്, അമേരിക്കയിലുണ്ട്, ഏഷ്യയിലുണ്ട്, ഇങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞിട്ട് ആളുകളെ കൺവിൻസ് ചെയ്യാം. പക്ഷെ നമ്മൾക്ക് ആളുകളുടെ തൃപ്തിയല്ലല്ലോ നമ്മുടെ വിഷയം, നമ്മുടെ സ്വന്തം പരലോകമല്ലേ നമ്മുടെ വിഷയം. നമുക്ക് റബ്ബിന്റെ അടുക്കൽ വിജയിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിനകത്തുള്ള വിശ്വാസം ശരിയാക്കി തന്നെ നമുക്ക് റബ്ബിനെ കണ്ടുമുട്ടാൻ സാധിക്കണം. അപ്പോഴേ നമ്മൾ റബ്ബിന്റെ അടുക്കൽ വിജയിക്കുള്ളൂ. അതിന് നമ്മൾക്ക് പഠിക്കണം. ഒന്നാമത്തെ സ്റ്റെപ്പ് പഠിക്കുക എന്നുള്ളത്. അപ്പൊ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നമുക്ക് നിങ്ങളുടെ കയ്യിൽ ഒരു തുലാസ് തരുന്നത് പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തും. നിങ്ങളുടെ കയ്യിൽ ഒരു കൃത്യമായൊരു, അള്ളാഹു ഖുർആനിൽ ഫുർഖാൻ എന്ന് പറഞ്ഞതുപോലെ സത്യവും അസത്യവും, നെല്ലും പതിരും വേർതിരിക്കാൻ, ഹക്കും ബാത്തിലും വേർതിരിക്കാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കും. ഇൽമുണ്ടെങ്കിൽ, പഠിച്ചു കഴിഞ്ഞാൽ. എന്താ പഠിക്കേണ്ടത്? സ്വഹാബത്തിന്റെ വിശ്വാസം, ആദർശം, അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടുകാരുടെ വിശ്വാസം നിങ്ങൾക്ക് തുലാസിൽ വെക്കാൻ പറ്റും. നിങ്ങളുടെ കൂട്ടുകാരുടെ വിശ്വാസം തുലാസിൽ വെക്കാൻ പറ്റും. നാട്ടുകാരുടെ വെക്കാൻ പറ്റും. കുടുംബക്കാരുടെ, ഓരോരുത്തരുടെയും നിങ്ങൾക്ക് ആ തുലാസിൽ വെച്ച് അളന്നു നോക്കി അവരിൽ ശരിയാക്കേണ്ട കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും.
അങ്ങനെ നിങ്ങളൊന്നു മനസ്സ് വെച്ചാൽ നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബത്തെയും ഒക്കെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കും. അതിനു വേണ്ടത് പഠിക്കുക എന്നുള്ളതാണ്. അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ. ഈമാനുള്ളവരെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കണം. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം എങ്ങനെയാണ് നരകത്തിന് രക്ഷപ്പെടുത്തേണ്ടതെന്ന് പറയുന്നത് വിശദീകരിക്കുന്നതിന് എന്താണ്, അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുക. നിങ്ങൾ ആദ്യം പഠിക്കുക, ദീൻ പഠിക്കുക, എന്നിട്ട് നിങ്ങളുടെ തടി നരകത്തിന് സലാമത്താക്കുക. അതിൽ പിന്നെ നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങളുടെ ഭാര്യ, മക്കള്, ഉപ്പ, ഉമ്മ, സഹോദരൻ, അയൽവാസി, അടുത്ത ബന്ധു, കൂട്ടുകാരൻ, ഇവർക്കൊക്കെ ഈ ഒരു വിശ്വാസം എത്തിച്ചു കൊടുത്ത് അവരെയും നരകത്തിന് രക്ഷപ്പെടുത്തുക. ഇത് നമ്മുടെ ഓരോരുത്തരുടെ മേലുള്ള നിർബന്ധ ബാധ്യതയാണ്. അപ്പോൾ ഈ ഒരു വിഷയം എന്നുള്ളത് ഇത്രയും ഗൗരവമുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം വിശദീകരിച്ചത്. ഇനി കാര്യത്തിലേക്ക് കടക്കാം. എന്താണ് സ്വഹാബത്ത് മനസ്സിലാക്കിയ ഇസ്ലാം? അതിന്റെ പ്രത്യേകതകൾ എന്താ? നമുക്ക് എങ്ങനെയാണ് സ്വഹാബത്ത് മനസ്സിലാക്കി ഇസ്ലാം കൃത്യമായി ഫോളോ ചെയ്യാൻ സാധിക്കുക? അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ, അതിൽ പ്രധാനപ്പെട്ടതെല്ലാം വിശദീകരിക്കുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല. പക്ഷെ നിങ്ങൾ പഠിക്കണം. അതിനുള്ള വഴികളൊക്കെ, സോഴ്സുകളൊക്കെ നിങ്ങൾ കണ്ടെത്തി ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രദ്ധിക്കണം. ഇവിടെ അത് പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം ഇൻഷാ അല്ലാഹ് ഒന്ന് വേഗത്തിൽ പറയാൻ ഉദ്ദേശിക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. ഒന്നാമത്തെ കാര്യം എന്നുള്ളത്, സ്വഹാബത്തിന്റെ അവർ മനസ്സിലാക്കിയ ഇസ്ലാമിൽ നമുക്ക് ഏറ്റവും അധികം പ്രകടമായി കാണാൻ സാധിക്കുന്ന കാര്യം എന്നുള്ളത് തൗഹീദിന്റെ വിഷയമാണ്. സ്വഹാബത്ത് തൗഹീദിന് കൊടുത്ത ഇമ്പോർട്ടൻസ് ദീനിൽ മറ്റൊരു കാര്യത്തിനും കൊടുത്തിട്ടില്ല. ഒരാളെ തൗഹീദ് കൊണ്ട് കൽപ്പിക്കുന്നതിനേക്കാൾ മുമ്പ് മറ്റൊരു കാര്യം കൊണ്ടും സ്വഹാബത്ത് കൽപ്പിച്ചിട്ടില്ല. അല്ലേ? അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഏറ്റവും നല്ല മാതൃകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പരസ്യമായി ദഅവത്ത് ചെയ്യാൻ അനുവാദം കൊടുക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കക്കാരുടെ പട്ടണങ്ങളിൽ അവർ കൂടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ ചെന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു പറയാറുണ്ട്. എന്താ പറയാറെന്നറിയോ? കള്ളു കുടിക്കുന്ന, വ്യഭിചരിക്കുന്ന, മറ്റ് പലിശയും എല്ലാ വൃത്തികേടുകളും വ്യാപകമായി നടമാടുന്ന അതേ മക്കക്കാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി കൽപ്പിക്കുന്നത് കള്ളു കുടിക്കരുതെന്നല്ല, വ്യഭിചരിക്കരുതെന്നല്ല, പലിശ വാങ്ങരുതെന്നല്ല. ആ നാട്ടുകാരോട് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായിട്ട് കൽപ്പിക്കുന്നത് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. സ്വഹീഹായ ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചെന്നിട്ട് ഏറ്റവും ആദ്യം പറഞ്ഞു കൊടുത്തത്, നിങ്ങൾ ജനങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം, അത് അംഗീകരിക്കണം, അതിന്റെ വക്താക്കളാകണം എന്നതാണ് ഏറ്റവും ആദ്യം പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് വിജയിക്കാം. ഇതേ കാര്യം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞയക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്ന, ഇന്നക തഅതി ഖൗമൻ അഹ്ല കിതാബ്. മുആദേ, നീ കടന്നു ചെല്ലാൻ പോകുന്നത് അഹ്ല് കിതാബുകാരിൽപ്പെട്ടൊരു ജനതയിലേക്കാണ്, വേദക്കാരിൽപ്പെട്ടൊരു സമൂഹത്തിലേക്കാണ്. അതുകൊണ്ട് നീ അവർക്ക് ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒന്നാമതായി നീ അവരെ ക്ഷണിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ അംഗീകരിച്ചാൽ നീ അവർക്ക് എന്ത് ചെയ്യണം? അവരുടെ മേൽ 5 നേരത്തെ നിസ്കാരമുണ്ട് എന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചതിൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം, നിസ്കാരം പോലും പിന്നേക്ക് വെക്കാൻ മാത്രം വളരെയധികം
പ്രാധാന്യം, ഏറ്റവും എല്ലാത്തിനേക്കാളും പ്രാധാന്യമാണ് ദീനുൽ ഇസ്ലാമിൽ തൗഹീദിനുള്ളത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കുള്ളത്. നമ്മൾ ശ്രദ്ധിക്കണം, ഇത്രയധികം പ്രാധാന്യമുള്ള, ഇത്രയധികം ഇമ്പോർട്ടൻസ് ഉള്ള, മറ്റൊരു കാര്യത്തിനും ഇല്ലാത്ത ഇമ്പോർട്ടൻസ് നൽകപ്പെട്ട ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ പഠിച്ചിട്ടാണ് നമ്മളുടെ പഠനം ആരംഭിക്കേണ്ടത്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ പഠനം ആരംഭിക്കേണ്ടത്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മൾ നമ്മുടെ ദഅവത്ത് ആരംഭിക്കേണ്ടത്. ഇത് നമ്മൾ ഒന്ന് ചുരുക്കി പറയാം, പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ട്. എന്തായിരുന്നു മക്ക മുശ്രിക്കുകളുടെ അവസ്ഥ? നമുക്കൊക്കെ അറിയുന്ന കാര്യം, മക്കക്കാർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടപ്പോൾ അവർക്കതൊരിക്കലും അംഗീകരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല, അവർക്കതൊരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ അങ്ങേയറ്റം താലോലിച്ച് കൊണ്ടു നടന്നിരുന്ന, ഓമനിച്ച് അൽ അമീൻ എന്നൊക്കെ വിളിച്ചിരുന്ന ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ തുടങ്ങിയോ അന്നു മുതൽ കള്ളനെന്നും സാഹിറെന്നും ഭ്രാന്തനെന്നൊക്കെ വിളിച്ച് കളിയാക്കുകയും പരിഹസിക്കുകയും പ്രയാസപ്പെടുത്തുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യാൻ തുടങ്ങിയത് എന്തുകൊണ്ടാ? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർക്ക് തൃപ്തികരമല്ലാത്തതുകൊണ്ടാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർക്ക് അംഗീകരിക്കാൻ പറ്റാതിരുന്നത് കൊണ്ടാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാൻ പറ്റാത്ത ഈ ആളുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാൻ സാധിക്കാതിരുന്ന, അതിനോട് ഇത്രയധികം ശത്രുതയും വെറുപ്പും വെച്ചു പുലർത്തിയ ഈ മക്ക മുശ്രിക്കുകൾ, അവർ അള്ളാഹുവിൽ വിശ്വസിച്ചവരായിരുന്നു. ശ്രദ്ധിക്കണം, വളരെയധികം നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പോയിന്റാ. അവർക്ക് അള്ളാഹുവിനെ പറ്റി അറിയാം. അവർ ഒരിക്കലും അള്ളാഹു എന്നുള്ള പേര് ഒരിക്കലും കേൾക്കാത്ത ആളുകളായിരുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ എങ്ങനെയുള്ളവനാണ്, അവൻ ആരാണെന്നൊന്നും അറിയാത്ത ആളുകളായിരുന്നില്ല മക്കക്കാർ. അള്ളാഹു ഖുർആൻ തന്നെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്. റസൂലേ, താങ്കൾ ഈ മക്കക്കാരോട് ചോദിച്ചു നോക്കുക, അവർക്ക് ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും റിസ്ക് നൽകുന്നത് അത് ആരാണെന്ന് ചോദിച്ചു നോക്കുക. അമ്മൻ യംലികു സമഅ വൽ അബ്സാർ, അവരുടെ കേൾവിയെയും കാഴ്ചയെയും ഉടമപ്പെടുത്തിയിട്ടുള്ളത് ആരാണ് എന്ന് താങ്കൾ അവരോട് ചോദിച്ചു നോക്കുക. വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്, ജീവനുള്ളതിൽ നിന്ന് മരിച്ചതിനെയും മരിച്ചതിൽ നിന്ന് ജീവനുള്ളതിനെയും പുറത്തു കൊണ്ടുവരുന്നത് ആരാണ് എന്ന് താങ്കൾ അവരോട് ചോദിച്ചു നോക്കുക. വമൻ യുദബ്ബിറുൽ അംർ, എല്ലാത്തിനെയും, പ്രപഞ്ചത്തിലെ ഓരോ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ് എന്ന് താങ്കൾ മക്കക്കാരോട് ചോദിച്ചാൽ ഫസയഖൂലൂന അല്ലാഹ്, അവർ അള്ളാഹു ആണെന്ന് പറയും. ഇത് ഖുർആനിൽ ആയത്താണ്. മക്കക്കാർ അവരെ സൃഷ്ടിച്ചത് ലാത്തയാണെന്ന് ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല. അവരുടെ ഹൃദയങ്ങൾ പോലെ അവർ വിശ്വസിച്ചിട്ടില്ല. അവർക്ക് മഴ നൽകുന്നതും ചെടികൾ മുളപ്പിക്കുന്നതും ഭക്ഷണങ്ങൾ എളുപ്പമാക്കുന്നതും ഉസ്സയാണെന്നോ മനാത്തയാണെന്നോ അവർ വിശ്വസിച്ചിട്ടില്ല. അവരുടെ മനസ്സിൽ ഉറപ്പുള്ള കാര്യമാണ് എല്ലാത്തിന്റെയും സൃഷ്ടാവ് അള്ളാഹു മാത്രം, എല്ലാത്തിനും ഉപജീവനം നൽകുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രം, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്, കാറ്റ് വീശിപ്പിക്കുന്നത്, മഴ പെയ്യിപ്പിക്കുന്നത്, ജനിപ്പിക്കുന്നത്, മരിപ്പിക്കുന്നത് എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്ന് വിശ്വസിച്ച ആളുകളാണ് അവര്. അതുകൊണ്ട് തന്നെ അവർ അള്ളാഹുവിന് പല ഇബാദത്തുകളും ചെയ്യാറുണ്ട്. അള്ളാഹു ഒരു ബൈത്തുൽ ഹറാമിന്, കഅബയ്ക്ക് ചുറ്റും തവാഫ് ചെയ്യാറുണ്ട്. അല്ലെ, അള്ളാഹ് ഖുർആനിൽ പറഞ്ഞു, വൈദാ റകിബു ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അവർ കപ്പലിലൊക്കെ കയറി, കപ്പൽ കാറ്റിലും കോളിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ, കപ്പൽ ആടി ഉലയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അവർ അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുള്ളൂ. ലാത്തയെ വിളിക്കൂല, സന്ദർഭത്തിൽ ഉസ്സയെ വിളിക്കൂല, മനാത്തയെ വിളിക്കൂല. അവർ അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുള്ളൂ. ഇതേ ആളുകൾക്ക് നമ്മൾ ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞത്, അള്ളാഹുവിനെ അംഗീകരിക്കുന്ന, അള്ളാഹു അവരുടെ ഖാലിഖാണെന്നും റാസിഖാണെന്നും മുദബ്ബിറാണെന്നും അംഗീകരിക്കുന്ന ഈ ആളുകൾ, ഇവർക്ക് എന്തുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് തൃപ്തികരമല്ലാതിരുന്നത്?
എന്തുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാ ഇവർക്ക് കേട്ടപ്പോൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാതിരുന്നത്? നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ശരിക്കുള്ള അർത്ഥം എന്ന് തിരിച്ചറിയാൻ നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ അല്ലെങ്കിൽ ഒരു വ്യക്തി അവന്റെ ഖാലിഖ് അള്ളാഹു ആണെന്ന് വിശ്വസിച്ചത് കൊണ്ടോ, അവന് റിസ്ക് നൽകുന്നത് അള്ളാഹു ആണെന്ന് അംഗീകരിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ അവന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അള്ളാഹു മാത്രമാണെന്ന് അവൻ മനസ്സിൽ കരുതിയത് കൊണ്ടോ അവൻ ലാ ഇലാഹ ഇല്ലല്ലയുടെ ആളാവുകയില്ല. മറിച്ച് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലയുടെ ആളാകുന്നത്, അവൻ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നത്, അവനൊരു മുസ്ലിം ആകുന്നത് അവന്റെ എല്ലാ ഇബാദത്തുകളും അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്കും നൽകാതിരിക്കുമ്പോഴാണ്. അല്ലെ, മക്കാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ ലാത്തയെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. മക്കാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ മക്കാർക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല. കാരണം മക്കാർ അവർ അള്ളാഹുവിനെ ഓൾറെഡി ഇബാദത്ത് ചെയ്യുന്നവരാണ്. നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം എന്ന് പറഞ്ഞാൽ മക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവുമായിരുന്നില്ല. അള്ളാഹുവിന് ബലികർമ്മം നടത്തണമെന്നോ, അള്ളാഹുവിന് നേർച്ച നേരണമെന്നോ, പ്രയാസഘട്ടങ്ങളിൽ ഇസ്തിഗാസ അള്ളാഹുവിനോട് നടത്തണമെന്നോ, അവനോട് തവസ്സുൽ, ഇതൊന്നും അവർക്കൊരു പ്രയാസമുള്ള ഒരു കാര്യമല്ല. അവർക്കിതൊന്നും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം അതല്ല. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ അള്ളാഹു അല്ലാത്ത ഒന്നിനെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്, ലാത്തയോട് ദുആ ചെയ്യരുത്, ഉസ്സയെ വിളിച്ച് ഇസ്തിഗാസ നടത്തരുത്, മനാത്തയോട് നിങ്ങളുടെ സഹായ തേട്ടത്തിന് മനാത്തെ വിളിക്കരുത്. ഇത് പറഞ്ഞതിനാണ് പ്രശ്നം ഉണ്ടായത്. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം. പക്ഷെ ലാ ഇലാഹ, ആരാധനയ്ക്ക് അർഹനായി ഇബാദത്ത് നൽകപ്പെടാൻ യോഗ്യനായി ഒരു കാര്യമില്ല. റസൂലില്ല, മലക്കില്ല, വലിയില്ല, സ്വാലിഹായ സാദാത്യങ്ങളായ മഹത്തുക്കളായ ആളുകൾ ആരുമില്ല. ഇല്ലല്ലാ, അള്ളാഹു ഒഴികെ. അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് നൽകപ്പെടാൻ യോഗ്യനായി അള്ളാഹു മാത്രമേ ഉള്ളൂ. അള്ളാഹു അല്ലാതെ ഇബാദത്ത് നൽകപ്പെടാൻ അർഹനായി മറ്റാരുമില്ല. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാ. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് മക്കാർക്ക് മനസ്സിലായിരുന്നു. കാരണം മക്കാർ നല്ലോണം അറബി തിരിച്ചറിയുന്ന, അർത്ഥം മനസ്സിലാക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാ കേട്ടപ്പോൾ അംഗീകരിക്കാൻ പറ്റാതിരുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാ കേട്ടപ്പോ അവർക്ക് ദേഷ്യം വന്നതും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ശത്രുത പ്രഖ്യാപിച്ചതും, ഈ കണ്ട യുദ്ധങ്ങളൊക്കെ ഉണ്ടായില്ലേ, ബദറും ഉഹദും ഒക്കെ, അതൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാന്റെ പേരിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ കൊല്ലാൻ നോക്കിയില്ലേ, ഹിജറ പോകേണ്ടി വന്നില്ലേ മക്ക വിട്ട് മദീനത്തേക്ക്, അത് ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞതിന്റെ പേരിലാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാ കൊണ്ട് അർത്ഥമാക്കുന്നത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം എന്നുള്ളതല്ല, മറിച്ച് അള്ളാഹുവിനെയേ ഇബാദത്ത് ചെയ്യാവൂ എന്നുള്ളതാണ്. മറ്റാരെയും ഇബാദത്ത് ചെയ്യരുത് എന്നുള്ളത്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ അടിസ്ഥാനത. സ്വഹാബത്തിന്റെ അവർ മനസ്സിലാക്കിയ ദീനിൽ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്നാൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യൽ എന്നത് മാത്രമല്ല, അവനോട് കൂടെ മറ്റാരെയും ഇബാദത്ത് ചെയ്യാതിരിക്കുക കൂടി വേണം. അള്ളാഹ് പറഞ്ഞില്ലേ, വമൻ യക്ഫുർ ബിത്താഗൂത്തി വയുഅ്മിൻ ബില്ലാഹ് ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ ലാ ഇൻഫിസാമ ലഹാ. ആരാണോ ത്വാഗൂത്തുകളിൽ അവിശ്വസിക്കുന്നത്, ത്വാഗൂത്ത് എന്ന് വെച്ചാൽ അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ, അവയ്ക്കൊന്നിനും ഇബാദത്ത് നൽകപ്പെടാൻ അർഹതയില്ല എന്നാരാണോ വിശ്വസിക്കുന്നത്, വയുഅ്മിൻ ബില്ലാഹ്, ഇബാദത്ത് നൽകപ്പെടാനുള്ള അർഹത അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്നാരാണോ വിശ്വസിക്കുന്നത്, അവനാണ് ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ, അവനാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ബലവത്തായ കയറ് മുറുകെ പിടിച്ചവൻ അവൻ മാത്രം. അവനെ ലാ ഇലാഹ ഇല്ലല്ലാ ആളാവുള്ളൂ.
എന്ന് വെച്ചാൽ നേരെ തിരിച്ച് ഓപ്പോസിറ്റ് പറഞ്ഞത് മനസ്സിലാൻ വേണ്ടി, വ്യക്തമാകാൻ വേണ്ടി പറയാം. ഒരാൾ അയാളുടെ ജീവിതത്തിൽ 100 കൊല്ലക്കാലം അയാൾ ജീവിച്ചു. ആ 100 കൊല്ലവും അയാൾ അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുന്നുള്ളൂ. അവന് മാത്രമേ ഇബാദത്തുകൾ നൽകുന്നുള്ളൂ. അവനോട് മാത്രമേ സഹായങ്ങൾ തേടുന്നുള്ളൂ. പക്ഷേ ആ 100 കൊല്ലത്തിനിടയ്ക്ക് ഒരു സന്ദർഭത്തിൽ ചില പ്രയാസങ്ങൾ നേരിട്ടപ്പോ അള്ളാഹു അല്ലാത്ത പല ആളുകളെയും അവൻ വിളിച്ചു പ്രാർത്ഥിച്ചു. പലരോടും സഹായം തേടി. മറ്റു പലരിലും അവന്റെ പ്രതീക്ഷകൾ അർപ്പിച്ചു. എന്നിട്ട് അവൻ അതിൽ നിന്ന് തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയാൽ അവൻ ഇത്രയും കാലം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തു എന്നുള്ളത് കൊണ്ട് അവൻ സ്വർഗത്തിലേക്ക് എത്തൂല. നമ്മൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നു എന്നുള്ളതിലല്ല കാര്യം, മറ്റാരെയും ഇബാദത്ത് ചെയ്യാതിരിക്കുക എന്നുള്ളതിലാണ് കാര്യം. അപ്പോഴാണ് ഒരാൾ മുസ്ലിം ആകുന്നത്. അപ്പോഴാണ്. എപ്പോഴാണോ ഏത് സമയം വരേക്കും ഒരു മനുഷ്യൻ തന്റെ ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രം ആക്കാതിരിക്കുന്നുവോ അതുവരേക്കും അവൻ എന്ത് ചെയ്യുന്നില്ല, നരകത്തിന് പുറത്ത് കിടക്കുന്നവനാകുന്നില്ല. അവൻ കാലാകാലം നരകത്തിൽ തന്നെ ആയിരിക്കും. അങ്ങനെ തന്നെ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ ഒരു കാലത്തും നരകത്തിന് പുറത്ത് കിടക്കുകയില്ല, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. നമ്മൾ ഏറ്റവും ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. സ്വഹാബത്ത് മനസ്സിലാക്കി ഇസ്ലാം എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം തിരിച്ചറിയേണ്ട കാര്യം ഈ ലാ ഇലാഹ ഇല്ലല്ലയുടെ ശരിയായ അർത്ഥം, സ്വഹാബത്ത് മനസ്സിലാക്കിയ അർത്ഥം. ഇതാണ് നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിനോട് കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചാണ്. നമുക്കറിയാം മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്നുള്ള ഷഹാദത്ത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിന്റെ കൂടെ വേറെ വേറെ ആയിട്ടല്ല. നമ്മൾക്ക് ഏറ്റവും പരിചയമുള്ള കാര്യമാണെന്ത്, 5 ഇസ്ലാം കാര്യങ്ങൾ നമ്മൾ എണ്ണി പറയുമ്പോൾ ഒന്നാമത്തായിട്ട് നമ്മൾ എണ്ണി പറയാൻ എന്താ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ, രണ്ടും കൂടെ ഒന്നായിട്ട് എണ്ണാം. രണ്ടും വേറെ വേറെ അല്ല. എന്ന് വെച്ചാൽ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച് മുഹമ്മദ് റസൂൽ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അവൻ മുസ്ലിം അല്ല. ഇത് രണ്ടും ഒരൊറ്റൊരു കാര്യമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എണ്ണിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ അതിന്റെ കൂടെ പറയേണ്ട കാര്യമാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. മുഹമ്മദ് റസൂലുള്ളാഹിയിൽ സ്വഹാബത്തിന്റെ നിലപാട് എന്തായിരുന്നു? ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മളിലേക്ക് അയച്ചു. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ചത് ഒരിക്കലും അറബികളിലേക്ക് മാത്രമായിരുന്നില്ല, അല്ലെങ്കിൽ മുസ്ലിമീങ്ങളിലേക്ക് മാത്രമായിരുന്നില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയക്കപ്പെട്ട അന്ന് മുതൽ, ശ്രദ്ധിക്കണം, നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയക്കപ്പെട്ട അന്ന് മുതൽ ഖിയാമത്ത് നാളിന്റെ അന്ന് ജനിക്കുന്ന മനുഷ്യ ജിന്ന വിഭാഗത്തിൽപ്പെട്ട എല്ലാ ആളുകളിലേക്കുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അയച്ചത്. എന്ന് വെച്ചാൽ, വ്യക്തമാക്കിയാൽ, ഒരാൾക്കും ഇന്ന് ജീവിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കപ്പെട്ടതിന് ശേഷം ഒരാൾക്കും അദ്ദേഹത്തെ പിൻപറ്റിയാലല്ലാതെ സ്വർഗത്തിൽ പോവുക സാധ്യമല്ല. ആരാണെങ്കിലും ശരി, എത്ര വലിയ ശ്രേഷ്ഠതയുള്ള ആളാണെങ്കിലും. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ചില ഉദാഹരണങ്ങൾ പറയാം. സ്വഹീൽ ബുഖാരിയിലുള്ള സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൗറാത്തിന്റെ ചില ഏടുകളുമായിട്ട് സന്തോഷത്തോടെ, എന്ന് വെച്ചാൽ തൗറാത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൂസാ അലൈഹി ഇസ്ലാമിന് കിട്ടിയ കിതാബാണ്. ആ കിതാബിൽ ഒരുപാട് കൈകടത്തലുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, കൂട്ടലുകളും കുറക്കലുകളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ചില കലർപ്പില്ലാത്ത ചില പേജുകൾ ആണെന്ന് ഉമർ ഇബ്നുൽ ഖത്താബിന് തോന്നിയ ചില ഭാഗങ്ങളും ചില കഷ്ണങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം സന്തോഷത്തോടെ ഓടി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വന്ന് അതിലെ ചില ഭാഗങ്ങൾ വായിക്കാൻ ആരംഭിക്കാം. ഉമർ ഇബ്നുൽ ഖത്താബ് എന്തേ വിചാരിക്കുന്നുള്ളൂ, ഇത് മൂസാ നബിക്ക് കിട്ടിയ കിതാബല്ലേ,
അതിൽ കലർപ്പില്ലാത്ത ചില ഭാഗങ്ങളല്ലേ? അപ്പൊ അത് അള്ളാഹുവിന്റെ കലാമായിരിക്കൂലേ? അള്ളാഹു ഇറക്കിയ വഹയായിരിക്കൂലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇത് ഇഷ്ടപ്പെട്ടേക്കും എന്ന് കരുതിയിട്ടാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് ഓടി വന്നിട്ട് ഇത് വായിക്കാൻ ആരംഭിക്കുന്നത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പ്രതികരിച്ചത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ഉമർ ബിൻ ഖത്താബ് ഇത് വായിക്കാൻ ആരംഭിച്ചപ്പോ ദേഷ്യം കൊണ്ട് ചുവന്നു തുടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തുള്ള ദേഷ്യത്തിന്റെ കാഠിന്യം കണ്ടിട്ട് ഉമർ ബിൻ ഖത്താബ് വായന നിർത്തിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് ശക്തമായ രൂപത്തിൽ ഉമർ ബിൻ ഖത്താബിനെ വിമർശിക്കാൻ താക്കീത് ചെയ്യുന്നുണ്ട്. അതിൽ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന നമ്മുടെ വിഷയ ബന്ധപ്പെട്ട ഭാഗം വളരെ ശ്രദ്ധിക്കണം നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാണ്, വല്ലാഹി, അള്ളാഹുവാണ് സത്യം, ലൗ കാന മൂസ ഹയ്യൻ ലമാ വസിഅഹു ഇല്ല ഇത്തിബാഇ. മൂസ അലൈഹിസ്സലാം എങ്ങാനും ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ എന്നെ പിൻപറ്റാതെ മൂസ അലൈഹിസ്സലാം വേറൊരു നിവൃത്തി ഉണ്ടാകുമായിരുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കണം. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നബിമാർക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള അവരിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു കരാറാണെന്ത്? മുഹമ്മദ് എന്ന എന്റെ റസൂൽ എന്ന് ഞാൻ അദ്ദേഹത്തെ അയക്കുന്നുവോ അന്ന് നിങ്ങൾ അദ്ദേഹത്തെ പിൻപറ്റാതെ സാധിക്കുകയില്ല, വേറെ നിവൃത്തിയില്ല, അത് നിങ്ങളുടെ മേൽ നിർബന്ധമാണ് എന്ന് അള്ളാഹു എല്ലാ നബിമാർക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ നബിമാർ അവർ സമൂഹങ്ങൾക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്ന് വെച്ചാൽ ഇന്നിപ്പോ ഒരാൾ പറയണം എന്റെ കയ്യിൽ ഇഞ്ചീലുണ്ട്, തൗറാത്തുണ്ട്, അല്ലെങ്കിൽ സബൂർ ഉണ്ട്, മറ്റേതെങ്കിലും അള്ളാഹുവിന്റെ കിതാബുകളുണ്ട്, ഞാൻ ആ കിതാബ് അതിൽ കലർപ്പില്ലാത്ത കോപ്പി എന്റെ കയ്യിലുണ്ട്, അയാൾ വാദത്തിന് വേണ്ടി പറയാണെന്ന് വെക്കുക. അത് അങ്ങനെ സമ്മതിച്ചു കൊടുത്താൽ പോലും എല്ലാത്തിനും കൈകടത്തലും സംഭവിച്ചിട്ടുണ്ട്. വാദത്തിന് വേണ്ടി നമ്മൾ തർക്കത്തിന് വേണ്ടി സമ്മതിച്ചാൽ തന്നെയും അയാൾ അതിന്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായി ജീവിച്ചാൽ പോലും അയാൾക്ക് ഇന്ന് സ്വർഗത്തിലേക്ക് എത്താൻ കഴിയില്ല. പണ്ട് പറ്റുമായിരുന്നു. മൂസാ നബിന്റെ കാലഘട്ടത്തിൽ ഒരാൾ തൗറാത്ത് അനുസരിച്ച് ജീവിച്ചാൽ അയാൾക്ക് സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കും. ഈസാ നബിന്റെ കാലഘട്ടത്തിൽ ഇഞ്ചീൽ അനുസരിച്ച് ജീവിച്ചാൽ അയാൾക്ക് സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കപ്പെട്ടതിന് ശേഷം ഖുർആൻ അനുസരിച്ച് ജീവിച്ചാലല്ലാതെ ഒരാൾക്കും ആരും അതിന് ഒഴിവല്ല. അതുകൊണ്ടാണ് അവസാന കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ദജ്ജാൽ എന്ന് പറയുന്ന ഏറ്റവും വലിയ ഫിത്തന, ആ ഫിത്തന പടർന്നു പിടിക്കുമ്പോൾ അതിന്റെ അവസാനം അതിനെ വധിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഉയർത്തപ്പെട്ട ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം, അദ്ദേഹത്തെ അള്ളാഹു ഇറക്കും, ഭൂമിയിലേക്ക് അവതരിപ്പിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഈസ ഇബ്നു മറിയം എന്ന് പറയുന്നത് ബനൂ ഇസ്രായേലുകാരിലേക്ക് അയക്കപ്പെട്ട അതേ ഈസ ഇബ്നു മറിയം തന്നെയാണ്. ഇഞ്ചീൽ കിട്ടിയ അതേ ഈസ ഇബ്നു മറിയം. ഇന്ന് ക്രിസ്ത്യാനികൾ ജീസസ് എന്ന് പറഞ്ഞ് ആരാധിക്കുന്ന അതേ ഈസ ഇബ്നു മറിയം വീണ്ടും ഭൂമിയിലേക്ക് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇറങ്ങി വരും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഈസ ഇബ്നു മറിയം ഇറങ്ങി വന്നിട്ട് അദ്ദേഹം ഫോളോ ചെയ്യുക ഇഞ്ചീലല്ല. ഇഞ്ചീല് കിട്ടിയ പ്രവാചകനാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം ഇറങ്ങി വന്നതിന് ശേഷം ഫോളോ ചെയ്യുക ഇഞ്ചീലല്ല. അദ്ദേഹം ഫോളോ ചെയ്യല് ഖുർആനാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ അനുസരിച്ചിട്ടാണ് അദ്ദേഹം ജീവിക്കുക. ഈസയും മൂസയും ഒഴിവല്ലെങ്കിൽ പിന്നെ ആർക്കും ഒഴിവുണ്ടാവുക? ഈസ അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം അവരുടെ സ്ഥാനവും ശ്രേഷ്ഠതയൊന്നും പ്രത്യേകം വിശദീകരിക്കേണ്ട കാര്യമല്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആ രണ്ട് നബിമാർക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയാലേ സ്വർഗത്തിൽ പോവാൻ സാധിക്കുകയുള്ളൂ എന്നാണെങ്കിൽ പിന്നെ ആർക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റാതിരിക്കാൻ പറ്റുക, ഒഴിവുണ്ടാവുക? ഒരാളും ഒഴിവല്ല. ഇപ്പൊ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയാലല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുക വേറൊരു വഴിയും നമ്മുടെ മുന്നിലില്ല. വേറൊരു വഴിയില്ല. അതാണ് അള്ളാഹു പറഞ്ഞത്, വൈൻ തുതീഊഹു തഹ്തദു. നിങ്ങൾ ഈ റസൂലിനെ അനുസരിച്ചാൽ നിങ്ങൾ ഹിദായത്തിലാണ്. നിങ്ങൾ ഈ റസൂലിനെ അനുസരിച്ചാൽ നിങ്ങൾ ഹിദായത്തിലാണ്.
അതാണ് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബ. എന്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും, സ്വർഗത്തിൽ കയറാൻ കൂട്ടാക്കാത്ത ആൾക്കാർ ഒഴികെ. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, വമൻ യഅബ യാ റസൂലല്ലാഹ്, ആരാണ് റസൂലെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കൂട്ടാക്കാതെ സമ്മതിക്കാതെ എനിക്ക് സ്വർഗത്തിൽ പോണ്ടാന്ന് പറയുന്നു, അങ്ങനത്തെ ആൾക്കാർ ആരാ റസൂലെ എന്ന് ചോദിച്ചപ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ അതാഅനി ദഖലൽ ജന്ന. ആരാണോ എന്നെ അനുസരിച്ചത് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. വമൻ അസാനി ഫഖദ് അബ. ആരാണോ എന്നെ അനുസരിക്കാതെ പിന്മാറിക്കളഞ്ഞത് അവൻ എനിക്ക് സ്വർഗം വേണ്ട എന്ന് പറഞ്ഞ് പിന്മാറിക്കളയുന്നവനെ പോലെയാണ്. എനിക്ക് സ്വർഗം വേണ്ടതില്ല എന്ന് പറഞ്ഞ് അതിനെ കൂട്ടാക്കാതെ പിന്മാറിക്കളയുന്നവനെ പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നതുകൊണ്ടാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക എന്നുള്ളതാണ് ലാ ഇലാഹ ഇല്ലല്ലയോട് ചേർത്ത് വെക്കേണ്ട ദീനുൽ ഇസ്ലാമിന്റെ മർമ്മപ്രധാനമായ ഭാഗം. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹിയായിട്ട് അള്ളാഹു അറിയിച്ചു കൊടുത്ത എല്ലാ കാര്യത്തിലും നമ്മൾ എന്ത് ചെയ്യണം, അനുസരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു വഹിയായി അവതരിപ്പിച്ച എല്ലാ കാര്യത്തിലും നമ്മൾ എന്ത് ചെയ്യണം, അദ്ദേഹത്തെ അനുസരിക്കണം. എന്താണ് നമ്മൾ പല ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളത്, പല മുസ്ലിമീങ്ങൾ പോലും വിചാരിച്ചിട്ടുള്ളത് ഖുർആൻ മാത്രമേ അള്ളാഹു വഹിയായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളൂ എന്നാണ്. ഒരിക്കലും അല്ല. നമ്മൾ ആ വളരെ വലിയ അബദ്ധമാണ്. അങ്ങനെ ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. ഖുർആനിൽ തന്നെ അള്ളാഹ് പറയുന്നത് എന്താ, വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. മുഹമ്മദ് എന്ന വ്യക്തി സ്വന്തം ഇഷ്ടപ്രകാരം ദീനിൽ ഒരക്ഷരം മിണ്ടൂല. ഇത് ദീനാണെന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യവും വെറുതെ പറയൂല. അള്ളാഹ് കൽപ്പിച്ചതൊഴിച്ച് ബാക്കി ഇൻഹുവ ഇല്ലാ വഹ്യു യൂഹ. അദ്ദേഹം ഒരു കാര്യം ദീനായിട്ട് പറയുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു അദ്ദേഹത്തിന് വഹിയായി അവതരിപ്പിച്ച കാര്യം മാത്രമായിരിക്കും. വേറൊന്നും അദ്ദേഹം പറയൂല. നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ താങ്കൾ പറഞ്ഞാൽ താങ്കളെ നാം ശക്തമായി പിടുത്തം പിടിക്കും എന്ന് അള്ളാഹു ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ദീനിൽ ഇല്ലാത്തത് പറഞ്ഞിരുന്നെങ്കിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകത്തൊരാളെയും ശിക്ഷിക്കാത്ത രൂപത്തിൽ ശിക്ഷിച്ചേനെ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനായി കൊണ്ട് സംസാരിച്ചത് ഒന്ന് ഖുർആന്റെ ആയത്തുകളാണ്, മറ്റൊന്നാണ് അതിനാണ് നമ്മൾ ഹദീസ് അല്ലെങ്കിൽ സുന്നത്ത് എന്ന് പറയാം, ഹദീസുകൾ എന്ന് പറയും. അപ്പോൾ ഖുർആനും ഹദീസും ഇത് രണ്ടിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് രണ്ടിലൂടെയും നമ്മളോട് കൽപ്പിച്ച കൽപ്പനകൾ, ഇത് രണ്ടും നമ്മൾ പൂർണ്ണമായും പാലിക്കാൻ, നമ്മൾ അത് അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇത് രണ്ടും നമ്മൾ പൂർണ്ണമായി അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എന്ന് മാത്രല്ല, ഖുർആനിൽ ഉണ്ടെങ്കിലേ ഞങ്ങൾ സ്വീകരിക്കുള്ളൂ എന്ന് പറയുന്ന പിടിവാശി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായി താക്കീത് ചെയ്തൊരു പിടിവാശിയാണ്. നരകത്തിലേക്ക് എത്തുന്ന പഠിപ്പിച്ചെന്ന തെറ്റായ ചിന്താഗതിക്കാരുടെ പിടിവാശിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു, മൻ യുതിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്. ആരാണോ റസൂലിനെ അനുസരിക്കുന്നത് അവൻ അള്ളാഹുവിനെ അനുസരിച്ചു എന്നാ. അപ്പൊ ആരാണോ റസൂലിനെ അനുസരണക്കേട് കാണിക്കുന്നത്, ഹദീസല്ലേ ഖുർആന്റെ ആയത്തൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആരാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുസരണക്കേട് കാണിക്കുന്നത്, അവൻ അനുസരണക്കേട് കാണിക്കുന്നത് അള്ളാഹുവിനോടാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞു, വമാ ആതാക്കുമുർ റസൂലു ഫഖുദൂഹു. റസൂല് നിങ്ങൾക്ക് എന്താണോ കൊണ്ടുവന്ന് തന്നത് അത് നിങ്ങൾ സ്വീകരിക്കണം, നിങ്ങളുടെ മേൽ നിർബന്ധമാണ്. വമാ നഹാക്കും അൻഹു ഫൻതഹു. റസൂല് നിങ്ങളെ തൊട്ട് എന്താണോ വിലക്കുന്നത് അത് നിങ്ങൾ അതിൽ നിന്ന് വിട്ടു നിൽക്കണം. അള്ളാഹുവിന്റെ കൽപ്പന, ഖുർആനിലെ കൽപ്പന. അപ്പൊ റസൂൽ ഒരു കാര്യം കൽപ്പിക്കുമ്പോൾ അത് ആയത്തിലുണ്ടോ അല്ലെങ്കിൽ അത് ഹദീസാണോ എന്ന് നോക്കൽ സ്വഹാബത്തിന്റെ നിലപാടല്ല.
നമ്മൾ നോക്കണം, ശരിയാണ്. ഏതുപോലെ നമ്മുടെ നാട്ടിൽ നമ്മൾ പറഞ്ഞല്ലോ, സ്വഹാബത്ത് മനസ്സിലാക്കിയതല്ലാത്ത ഇസ്ലാം പ്രചരിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ നമ്മൾ എന്ത് നോക്കണം? ഇത് ആയത്തിലുള്ളതാണോ, സ്വഹീഹായ ഹദീസിൽ വന്നതാണോ, ഇതിനെ സ്വഹാബത്ത് മനസ്സിലാക്കിയത് ഇങ്ങനെയാണോ, അവർ പ്രാക്ടിക്കലാക്കി നടപ്പിലാക്കിയത് ഈ രൂപത്തിലാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ എന്തില്ല, പിന്നെ മറ്റൊരു കാര്യവും നമ്മൾക്കത് വിശ്വസിക്കുന്നതിനോ പ്രാക്ടിക്കലാക്കുന്നതിനോ തടസ്സമാകാൻ പാടില്ല. നമ്മുടെ മേലുള്ള ആകെയുള്ള ബാധ്യത എന്തുമാത്രമാണ്? നമ്മൾ പരിശോധിക്കാൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യം എന്തുമാത്രമാണ്? ഇത് ദീനാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്തുകളിൽ നമുക്ക് പഠിപ്പിച്ചെന്നതാണോ? സ്വഹീഹായ ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നതാണോ? ആ ആയത്തുകൾ സ്വഹാബത്ത് മനസ്സിലാക്കിയത് ഇങ്ങനെയാണോ? ഈ ഹദീസുകൾ സ്വഹാബത്ത് പ്രാക്ടിക്കലാക്കി നടപ്പിലാക്കിയത് ഈ രൂപത്തിലാണോ? ഇത്രയും പരിശോധിക്കലേ നമുക്ക് ബാധ്യത. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് നാട്ടുകാർ അവരിങ്ങനെയല്ലല്ലോ, സയൻസ് ഇങ്ങനെയല്ലല്ലോ, ബുദ്ധിക്ക് യോജിക്കുന്നതല്ലോ, ഇതൊന്നും ഒരു മുസ്ലിമിന് തടസ്സമാകാൻ പാടില്ല. ഇതൊന്നും ഒരു മുസ്ലിമിന് തടസ്സമാകാൻ പാടില്ല. ഒരു ചെറിയൊരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. എന്താണത്? നമുക്ക് ഈ ഖുർആന്റെ ആയത്തുകളോടും ഹദീസുകളോടുള്ള നിലപാട് അത് സ്വഹാബത്ത് നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഒന്ന് രണ്ട് ഉദാഹരണം മാത്രം വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന് എന്താ? അബൂബക്കർ റളിയല്ലാഹു അൻഹു, നമ്മൾ അദ്ദേഹത്തെ എന്താ വിളിക്കാറ്? സിദ്ദീഖ് എന്നാ വിളിക്കാറ്. അദ്ദേഹത്തിന് സിദ്ദീഖ് എന്നുള്ള പേര് കിട്ടാൻ ഉണ്ടായ ഒരു പശ്ചാത്തലം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും സംഭവം. എങ്കിലും അതിന്റെ ഗൗരവം കൊണ്ട് വീണ്ടും ഓർമ്മപ്പെടുത്താൻ. എന്താണ് ആ സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇസ്രാ മിഅറാജ് എന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടാവുകയാണ്. അതിന് ചുരുക്കത്രയേ ഉള്ളൂ. മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് ഒറ്റ രാത്രി കൊണ്ട് സഞ്ചരിക്കുകയും മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ഏഴാം ആകാശത്തേക്ക് മുകളിലേക്ക് കയറിപ്പോവുകയും എന്നിട്ട് അതേ രാത്രിയിൽ തന്നെ മസ്ജിദുൽ ഹറാമിലേക്ക് മക്കയിലേക്ക് മടങ്ങി വരികയും ചെയ്തു. ഇതാണ് സംഭവത്തിന്റെ ചുരുക്കം. നമ്മൾ ശ്രദ്ധിക്കണം, അന്നത്തെ കാലത്ത് മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്ക് ഒരു അങ്ങോട്ടും വൺ സൈഡ് മാത്രം യാത്ര ചെയ്യാൻ ഏറ്റവും മിനിമം 3 മാസം സമയമെടുക്കും. ഏറ്റവും മിനിമം സാധാരണഗതിയിലൊരു യാത്ര. ഇത്രയും ദൂരത്തേക്കുള്ള അവർക്കൊരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത, ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് അറിയിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഈ വാർത്ത മക്കയിൽ ഫ്ലാഷായി. മക്കക്കാർ ഇതിനെ എടുത്തത്, അവരിതിനെ കണക്കാക്കിയത് ആളുകളെ മുഹമ്മദിന്റെ ദീനിൽ തെറ്റിക്കാൻ കിട്ടിയ ഒരു ഗോൾഡൻ ചാൻസ് എന്ന രൂപത്തിലാണ് അവരിതിനെ കണക്കാക്കിയത്. അവർ സന്തോഷത്തോടെ ഈ വാർത്ത പ്രചരിപ്പിക്കാൻ തുടങ്ങി. കണ്ടോ മുഹമ്മദ് എന്തൊക്കെയായി വിളിച്ചു പറയുന്നത് എന്ന് പറഞ്ഞ് ആളുകൾക്കിടയിൽ ഇങ്ങനെ പറഞ്ഞു നടക്കാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഈ മുശ്രിക്കുകളുടെ കൂട്ടം മക്കയിലേക്ക് കടന്നു വരുന്നതാണ്. ചില അബൂബക്കർ റളിയല്ലാഹു അൻഹു മക്കയിൽ ഉണ്ടായിരുന്നില്ല ആ ദിവസം. പുറത്തൊരു സ്ഥലത്ത് കച്ചവടത്തിന് യാത്രയിലായിരുന്നു. അദ്ദേഹം മക്കയിലേക്ക് കടന്നു വരുന്നത് ഈ മുശ്രിക്കുകളുടെ കൂട്ടം കാണാൻ. അപ്പൊ ഇവർ സന്തോഷത്തോടെ അബൂബക്കർ, അവർ വിചാരിക്കുന്നുണ്ടാ ഇത് പറഞ്ഞിട്ടെങ്കിലും അബൂബക്കറിനെ മുഹമ്മദിന്റെ ദീനിൽ തെറ്റിക്കണം എന്ന് വിചാരിച്ചിട്ട് ആവേശത്തോടെ അബൂബക്കറിന്റെ അടുക്കലേക്ക് പോവാൻ. അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് എത്തിയിട്ട് ഈ മക്കക്കാര് പറയാണ്, അബൂബക്കറെ, നിന്റെ കൂട്ടുകാരൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്, നിനക്ക് വല്ല പിടിയുണ്ടോ? അപ്പൊ എന്താ പറയുന്നത്? അപ്പൊ അവർ ഈ കാര്യം പറയണം, ഒറ്റ രാത്രി കൊണ്ട് അവൻ മക്കയിൽ നിന്ന് പലസ്തീന് വരെ പോയി തിരിച്ചു വന്നത്രേ, എന്നൊക്കെയാണ് നിന്റെ കൂട്ടുകാരൻ പറയുന്നത്. അപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ച ഒരൊറ്റ ചോദ്യമാണ്, മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇൻ കാന ഖദ് ഖാലഹു ഫഖദ് സദഖ്. മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. അദ്ദേഹം വേറൊന്നോട് പറഞ്ഞിട്ടില്ല, വേറൊന്നും അദ്ദേഹം ചിന്തിച്ചിട്ടില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. നമ്മൾക്ക് ഉത്തരേ ചിന്തിക്കേണ്ട ബാധ്യതയുള്ളൂ. നമുക്കൊരു ആയത്ത് വന്നെത്തുമ്പോ, ഒരു ഹദീസ് വന്നെത്തുമ്പോ നമ്മൾ ഇത്ര മാത്രം പരിശോധിക്കേണ്ടതുള്ളൂ. ഈ ആയത്ത് സ്വഹാബത്ത് നടപ്പിലാക്കിയത് എങ്ങനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത് എങ്ങനെയാണ്, അത്രയും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറൊരു കാര്യം നമ്മൾക്ക് ചിന്തിക്കാൻ പാടില്ല ഒരു മുസ്ലിം എന്ന നിലയ്ക്ക്.
നമ്മൾ അതിന് പൂർണ്ണമായിട്ടും കീഴൊതുങ്ങും. മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താ? കീഴൊതുങ്ങിയവെന്നർത്ഥം. ഇസ്തിസ്ലാം എന്ന് വെച്ചാൽ കീഴൊതുങ്ങിയവെന്ന. നമ്മൾ അള്ളാഹുവിന്റെ ആയത്തുകളുടെ മുന്നിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളുടെ മുന്നിലും കീഴൊതുങ്ങിയവനാകുമ്പോഴാണ് നമ്മൾ മുസ്ലിം ആകുന്നത്. അതല്ലാതെ ഒരു ആയത്തോ ഹദീസോ വരുമ്പോ നമ്മുടെ ബുദ്ധി കൊണ്ടതിനെ നിഷേധിക്കുക, നമ്മുടെ താല്പര്യങ്ങൾ കൊണ്ടതിനെ തള്ളിക്കളയുക, മറ്റെന്തെങ്കിലും ന്യായീകരണങ്ങൾ പറഞ്ഞ് അതിന് വിശ്വസിക്കാതെ മാറ്റി നിർത്തുക എന്നുള്ളതൊന്നും ഒരു മുസ്ലിമിന് ചേർന്ന നിലപാടുകളല്ല. മറിച്ച് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ എങ്കിലും സത്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ എങ്കിൽ അത് ശരിയായ ദീനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ ലോകത്തെല്ലാവരും നല്ലതായിട്ട് കാണുന്നുണ്ടെങ്കിലും ഇത് ഹറാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നല്ലതായിട്ട് പഠിപ്പിച്ചു തന്നിട്ട് ഹലാലാക്കിയിട്ടുണ്ടോ എങ്കിൽ ലോകത്തെല്ലാവരും ഇത് മോശപ്പെട്ട കാര്യമാണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയാലും ഇത് നല്ല കാര്യം തന്നെയാണ്. ഈ ഒരു രൂപത്തിലേക്ക് നമുക്ക് ആയിത്തീരാൻ സാധിക്കണം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം വളരെ ചുരുക്കി പറഞ്ഞതാണ്. പരമാവധി കാര്യങ്ങൾ വ്യക്തമാകാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. എങ്കിലും സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഒരുപാട് ചുരുക്കേണ്ടിയും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു ഇനി പല കാര്യങ്ങൾ പറയാനുണ്ട്, പല പോയിന്റുകളും വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളും ഈ വിഷയം ബന്ധപ്പെട്ട് ഇതുപോലത്തെ പല അടിസ്ഥാന മസാലകളും വിശദീകരിക്കാനുണ്ട്. അത് സമയത്തിന്റെ പരിമിതി കൊണ്ട് തൽക്കാലം ഇന്നത്തെ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും ഇതുപോലത്തെ സംസാരങ്ങൾ ഇൻഷാ അല്ലാഹ് സംഘടിപ്പിക്കാനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാവുകയാണെങ്കിൽ ഇതിനോട് ചേർത്ത് നമ്മൾ നിർബന്ധമായി പഠിച്ചിരിക്കേണ്ട, നമ്മുടെ വിശ്വാസം സ്വഹാബത്തിന്റെ വിശ്വാസം പോലെ ആക്കാൻ നമ്മളെ സഹായിക്കുന്ന ഇതുപോലത്തെ ചില അടിസ്ഥാനങ്ങൾ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു എന്ത് ചെയ്യട്ടെ, ഇത്തരം സംസാരങ്ങൾ അത് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ വലിയ മാറ്റങ്ങൾ വരുത്തി ആ മാറ്റങ്ങൾ മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ മാറ്റി തീർക്കാനുള്ള സബബുകളാക്കി തീർക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.